കോഴിക്കോട് ബീച്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ആസ്ഥാന മന്ദിരം പുനർനിർമ്മാണം വൈകുന്നു. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന കെട്ടിടത്തിൽ ഭീതിയോടെയാണ് ജീവനക്കാർ കഴിയുന്നത്. ലക്ഷങ്ങൾ വിലയുള്ള ഉപകരണങ്ങളും നശിക്കുകയാണ്. വിവരങ്ങളുമായി ശിവദാസ് കന്മനമുണ്ട്. ശിവദാസ്, ഈ ബീച്ച് ആശുപത്രി ഫയർ ആൻഡ് റെസ്ക്യൂ ആസ്ഥാന മന്ദിരം പുനർനിർമ്മാണം വൈകുന്നു എന്നുള്ളതാണ്. ഏത് നിമിഷവും തകർന്ന് വീഴാവുന്ന അവസ്ഥ എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. ജീവനക്കാർക്കടക്കം ഭീതിയാണ്. എങ്ങനെയാണ് വിശദാംശങ്ങൾ? രാഖി, നമുക്കറിയാം കോഴിക്കോട് മുൻപ് എല്ലാം തന്നെ വലിയ രീതിയിലുള്ള അഗ്നിബാധ ഉണ്ടായിരുന്നു. ഒരു മാസം മുൻപും ഇത്തരത്തിൽ കോഴിക്കോട് നഗരത്തിൽ നിരവധി ടെക്സ്റ്റൈൽസുകൾ അടക്കം കത്തി നശിച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മിഠായി തെരുവിലെ അപകടം, ഇങ്ങനെ വലിയ രീതിയിലുള്ള വൻ അപകടങ്ങൾ, ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ആവശ്യമുള്ള വലിയ രീതിയിലുള്ള അപകടങ്ങൾ പലപ്പോഴും നിരന്തരം ഉണ്ടാകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കോഴിക്കോട് ഫയർ ആൻഡ് റെസ്ക്യൂവിന് കൃത്യമായൊരു ഓഫീസ് ഇല്ല. അതോടൊപ്പം തന്നെ കൃത്യമായൊരു യൂണിറ്റ് സംവിധാനമോ കെട്ടിടമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ ഒരു സംഭവം. കാരണം കഴിഞ്ഞ കുറെ കാലങ്ങളായി ജീവനക്കാരുടെ ക്വാർട്ടേഴ്സിലാണ് ഈ ഒരു കെട്ടിടം പ്രവർത്തിക്കുന്നത്. നിലവിൽ ഇവരുടെ കെട്ടിടം പ്രവർത്തിക്കുന്നത്. എന്നാൽ കോഴിക്കോട് ഫയർ ആൻഡ് റെസ്ക്യൂവിന് ആസ്ഥാന മന്ദിരം നിർമ്മിക്കാനും അതോടൊപ്പം തന്നെ യൂണിറ്റ് നിർമ്മാണത്തിനുമായി 20 കോടിയോളം രൂപ വക ഇരുത്തിയിട്ടുണ്ട്. പക്ഷേ അത് കൃത്യമായി തന്നെ വിനിയോഗിക്കാൻ കഴിയുന്നില്ല. ആഭ്യന്തര വകുപ്പിന്റെ അനുമതി ഇല്ലാത്തതാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. നിലവിൽ ഇപ്പോൾ വാടക ക്വാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് ചോർന്നൊലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഏകദേശം 22 ജീവനക്കാരാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഇവർ ഭീതിയോടെയാണ് ഇവിടെ കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ ഒരു വസ്തുത. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ശക്തമായ മഴ പെയ്തിരുന്നു, കാറ്റ് ഉണ്ടായിരുന്നു. ഈ സമയങ്ങളിലെല്ലാം തന്നെ ചോർന്നൊലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഈ ചോർന്നൊലിക്കുമ്പോൾ സ്വാഭാവികമായും ഫയർ ആൻഡ് റെസ്ക്യൂവിന് നിരവധി ഉപകരണങ്ങൾ ഉണ്ടാകും. അവരുടെ ജോലിക്ക് വേണ്ടിയിട്ടുള്ള നിരവധി ഉപകരണങ്ങൾ ഉണ്ടാകും. ഈ ഉപകരണങ്ങളെല്ലാം തന്നെ കേടുവരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ട്. യന്ത്രങ്ങൾ കേടുവരുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇത് കൃത്യമായി തന്നെ മാറ്റാനോ മറ്റൊരു സുരക്ഷിതമായ കെട്ടിടത്തിലേക്ക് മാറ്റിവെക്കാനോ ഉള്ള ഒരു ഇടപെടലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ അധികൃതർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉയർന്ന ഒരു പരാതി. ജില്ലാ ഭരണകൂടവും കോർപ്പറേഷനോ ഒന്നും തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായൊരു ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ളതാണ് വലിയ രീതിയിൽ തന്നെ ഉയർന്നു വരുന്ന ഒരു ആരോപണം. എന്തായാലും ശോച്യാവസ്ഥയിൽ ഏത് നിമിഷവും പൊളിഞ്ഞു വീഴാവുന്ന ഒരു കെട്ടിടത്തിലാണ് ഇപ്പോൾ ഈ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഈ ജീവനക്കാർ ഇവിടെയാണ് കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഏത് നിമിഷവും പൊളിഞ്ഞു വീഴുമ്പോൾ അവർ ജീവന് തന്നെ ഭീഷണിയാകുന്ന തരത്തിലാണ് അവർ ഇവിടെ കഴിയുന്നത്. ഇനിയും ഈ ഒരു പുനർനിർമ്മാണം വൈകും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകളും വിവരങ്ങളും. ആഭ്യന്തര വകുപ്പിന്റെ ഒരു അനുമതി ലഭിക്കാത്തതാണ് ഇതിന് കാരണം. കൃത്യമായ ഒരു ഇടപെടൽ ഇതിനു വേണ്ടി ഉണ്ടാകുന്നില്ല എന്നുള്ളതും ഒരു വസ്തുത തന്നെയാണ്. രാഖി, ശിവദാസ്, അതോടൊപ്പം ചോദിക്കുകയാണ്, നമ്മുടെ പ്രദീപ് എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട് കോഴിക്കോട് മഴയാണ് എന്ന്. മഴയുടെ ശക്തി കുറയുന്നു എന്നാണ് നമ്മൾ നേരത്തെ നൽകിയ വാർത്ത. എങ്കിലും ആ പ്രേക്ഷകൻ ചോദിച്ചതുകൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് അവിടെ മഴയാണോ? രാഖി, മഴയുടെ ശക്തി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ കോഴിക്കോട് ജില്ലയിൽ കാര്യമായ മഴ എവിടെയും ഇല്ല. ഇന്നലെ രാവിലെ മുതൽ ഉച്ചവരെ ഏകദേശം നല്ല രീതിയിൽ തന്നെ മഴ ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2-3 ദിവസമായി ശക്തമായ രീതിയിൽ തന്നെ മഴയും കാറ്റും മിന്നൽ ചുഴിയും അടക്കം ഉണ്ടായിരുന്നു. വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. കൃഷി വ്യാപകമായി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിരവധി വീടുകൾക്ക് മുകളിൽ മരങ്ങൾ വീണ് വീടുകൾ നശിക്കുന്ന ഒരു സാഹചര്യം, തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ മലയോര മേഖലയിൽ വ്യാപകമായ നാശനഷ്ടവും ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. നിരവധി പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഇന്ന് സ്ഥിതി ശാന്തമായി ആണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കാര്യമായ മഴ എവിടെയും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് പലയിടങ്ങളിലും വിലങ്ങാട് ഭാഗങ്ങളിലെല്ലാം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ള ആളുകളെ സ്വന്തം വീടുകളിലേക്ക് മാറ്റുന്നതിന്റെ തിരക്കിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്ന് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങളെ അവരുടെ സ്വന്തം വീടുകളിലേക്ക് തന്നെ മാറ്റും. ഇപ്പോൾ നിലവിൽ അത്തരത്തിലുള്ള കാര്യമായ മുന്നറിയിപ്പുകളും ഇല്ല. നിലവിൽ നല്ല തെളിഞ്ഞ കാലാവസ്ഥ തന്നെയാണ് ഇവിടെ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഉള്ളത്. രാഖി, ശരി ശിവദാസ്.